പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വിഷു സ്പെഷ്യൽ ബേബി ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ബേബി സ്കേർട്ടാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി എടുത്തിട്ടുള്ള മെറ്റീരിയലാണിത്. കോട്ടൺ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലേസ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് 21 ഇഞ്ചാണ്. അതിൻ്റെ 3 മടങ്ങ് നീളത്തിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങും അതേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ച് വിഡ്ത്തിലാണ്. അതിൽ 1/2 ഇഞ്ച് നമുക്ക് മേലെ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 9 ഇഞ്ചാണ് ഈ ക്ലോത്തിൻ്റെ വിഡ്ത്തായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ 1 ഇഞ്ചിൻ്റെ ഒരു എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡും കൂടി വരും. അങ്ങനെ ടോട്ടൽ 10 ഇഞ്ചാണ് സ്കേർട്ടിന് ലെങ്ത്ത് വരുന്നത്. വേസ്റ്റ് റൗണ്ട് 21 ഇഞ്ചാണ്. അതിനേക്കാൾ ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ട് 24 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ വേസ്റ്റ് ബാൻഡിനുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്തിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മെയിൻ ക്ലോത്തിൻ്റെ താഴെ ഇതുപോലെ വരുന്നതുകൊണ്ടാണ് താഴെ മടക്കിയടിക്കാൻ എക്സ്ട്രാ ഞാൻ സീം അലവൻസ് ഒന്നും വിടാഞ്ഞത്. ഇനി നമുക്ക് ഈ ക്ലോത്ത് നിവർത്തി വെച്ചിട്ട് ഇതിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ക്ലോത്തിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ലൈനിങ് ക്ലോത്ത് എടുക്കുമ്പോൾ മെയിൻ ക്ലോത്തിനേക്കാളും കുറച്ച് വിഡ്ത്ത് കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ എൻ്റെത് തേരുവശം വരുന്നതുകൊണ്ട് ഞാൻ മടക്കി അടിച്ചില്ല. ഇനി അതിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിലും ലൈനിങ്ങിലും രണ്ടും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഈ പ്ലീറ്റ്സ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വേസ്റ്റ് ബാൻഡിൻ്റെ അതേ അളവിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആ സെയിം അളവിലാണ് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതായത് വേസ്റ്റ് ബാൻഡിന് വേണ്ടി നമ്മൾ മെയിൻ ഒരു സ്ട്രിപ്പ് എടുത്തില്ലേ, അതിന് 24 ഇഞ്ചാണ് ഉള്ളത്. അതേ അളവിലാണ് ഈ ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലും ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി ഇതുപോലെ വെച്ചിട്ട് ആ വേസ്റ്റിൻ്റെ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ആ ക്ലോത്ത് ഈ സ്കേർട്ടിൻ്റെ ഈ നല്ല വശത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ആ നമ്മൾ എടുത്തിരിക്കുന്ന ബാൻഡിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ 2 സൈഡിലും നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ നമുക്ക് ആ വേസ്റ്റ് ബാൻഡ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വേസ്റ്റിൻ്റെ അവിടെ ഈ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാൻഡിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് ഇതിൽ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള കേസ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് ഈ അറ്റത്തെ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് വെക്കുമ്പോൾ അറ്റം ചെറുതായിട്ടൊരു 1/4 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഈ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട്. എന്നാലും അവിടെ ആ വേസ്റ്റ് ബാൻഡ് നല്ല നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ടിനേക്കാൾ ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് എടുത്താൽ മതി. അപ്പോൾ ഞാൻ 18 ഇഞ്ചിലാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ വേസ്റ്റ് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം.
എലാസ്റ്റിക് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് രണ്ട് ഭാഗം കൂടി പിടിച്ചിട്ട് എലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ. അങ്ങനെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം മറ്റേ അറ്റത്തോട്ടും മെയിൻ ക്ലോത്ത് ഈ അറ്റത്തോട്ടും വെച്ചിട്ട് ഇതുപോലെ വെക്കുക. അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ. എന്നിട്ട് ആ അറ്റം മുതൽ ഇപ്പുറത്തെ അറ്റം വരെ നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഈ അറ്റം മുതൽ അപ്പുറത്തെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ അറ്റം മുതൽ അപ്പുറത്തെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്കേർട്ട് ഇതുപോലെ വലിച്ചിട്ട് എലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുള്ള ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്കേർട്ടാണിത്. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.